വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഈ വണ്ടിയുടെ കാർബൺ ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. ഡീകാർബണൈസേഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ട്, കരി കുത്തുക എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും. അപ്പം അങ്ങനെ ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു വണ്ടി ഇപ്പം ഒരു 1 ലക്ഷത്തോടടുത്ത് ഓടിയിട്ടുണ്ട്. അപ്പോൾ സ്പീഡോമീറ്ററിൽ നോക്കുവാണെങ്കിൽ 56,000 ആണ്. അത് ഞാൻ സ്പീഡോമീറ്റർ ഊരിയിട്ടേക്കുന്നുണ്ടോ, ശരിക്കും 1 ലക്ഷത്തോടടുത്ത് വണ്ടി ഓടിയിട്ടുണ്ട്. അപ്പം ഇതുവരെ ഇതിൻ്റെ കരിയൊന്നും കുത്തിയിട്ടില്ല. അപ്പോൾ ഈ വണ്ടിക്ക് കരിയൊക്കെ ഉണ്ടാകുന്നത് എങ്ങനെയാണ്, ഈ കാർബൺ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് പല രീതിയിലുണ്ടാകും. അതായത് ഇപ്പോൾ ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക, എൻ്റെ കൊങ്ങായ്ക്ക് ഞെക്കി പിടിച്ച് കഴിഞ്ഞാൽ എനിക്ക് സംസാരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാകും എന്ന് പറഞ്ഞ പോലെ ഈ വണ്ടീനെ ചത്ത് കൊന്ന് ഓടിക്കുന്ന ചില ആൾക്കാരുണ്ട്. അതായത് മൈലേജ് കിട്ടാൻ വേണ്ടി എന്ന് പറഞ്ഞിട്ട് ഈ ഒച്ച കഴിയുന്ന പോലെ ഒരു 40-30 ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കും. വണ്ടി വലി മുട്ടിച്ച് കയറ്റമൊക്കെ വന്ന ഗിയറെ തന്നെ വലിച്ച് കയറ്റും. അതെന്ന് വെച്ചാൽ മൈലേജ് പോകും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെയാണ് ഈ വണ്ടിയുടെ കാർബൺ ഡെപ്പോസിറ്റ് ഉണ്ടാകും വണ്ടികൾക്ക് ഒരു മെയിൻ കാരണം. പിന്നെ പ്രോപ്പറായിട്ട് ഇഗ്നീഷൻ, നമ്മുടെ വണ്ടിയുടെ ഇഗ്നീഷൻ പ്രോപ്പർ അല്ല എങ്കിൽ കാർബൺ ഡെപ്പോസിറ്റ് ഉണ്ടാകാം. പിന്നെ നമ്മൾ അടിക്കുന്ന പെട്രോൾ അത്ര നല്ല പെട്രോളൊന്നും അല്ലെങ്കിൽ കാർബൺ ഡെപ്പോസിറ്റ് ഉണ്ടാകാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ നമ്മുടെ എയർ ഫിൽറ്ററിൽ നിന്നും നല്ല രീതിയിൽ എയർ ഇൻടേക്ക് ഉണ്ടായാലും എയർ ഫിൽറ്ററൊക്കെ മാറിയില്ല. അപ്പോൾ എയർ ഫ്ലോ ഒക്കെ കുറഞ്ഞു കഴിഞ്ഞാലും കാർബൺ ഡെപ്പോസിറ്റ് ഉണ്ടാകാൻ കാരണമാകുന്നുണ്ട്. നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യാതെ വല്ലപ്പോഴും ഒക്കെ എടുത്ത് അനക്കി സ്റ്റാർട്ട് ചെയ്ത് വെക്കുന്നു. അപ്പം പ്രോപ്പറായിട്ട് ഇത് ഇവിടുന്നുണ്ടോ എയർ ഫിൽറ്ററിൽ കൂടെ എയർ കയറി ഇറങ്ങി പുറത്തോട്ട് പോകാനുള്ള ആ ഒരു ഇതൊന്നും ശരിക്കും കത്തിക്കരിഞ്ഞ് പോകാനുള്ളതൊന്നും കിട്ടുന്നില്ല. വണ്ടി ജസ്റ്റ് സ്റ്റാർട്ടാക്കി വെക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വണ്ടികൾ ഓടാതെയൊക്കെ ഇങ്ങനെ വെക്കുന്ന, ജസ്റ്റ് ഓടിച്ച് വെക്കുന്ന അങ്ങനത്തെ വണ്ടികളിലൊക്കെ കാർബൺ ഡെപ്പോസിറ്റ് ഉണ്ടാകാം. പിന്നെ ഈ ഒച്ചഴിയുന്ന പോലെ ഞാൻ പറഞ്ഞില്ലേ, ഈ ചത്ത് കൊന്ന് മൈലേജിന് വേണ്ടി ശരിക്കും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ മൈലേജ് കിട്ടാൻ വേണ്ടി അങ്ങനെ ഓടിക്കുന്ന വണ്ടിക്ക് എന്നും പണി കാണത്തുള്ളൂ. നമ്മൾ മിനിമം ഒരു 50-60 ഇച്ചിരി ഓപ്പൺ ത്രോട്ടിലൊക്കെ കൊടുത്ത് വണ്ടി ഓടിക്കണം. മൈലേജേ എന്നും പറഞ്ഞുകൊണ്ട് വണ്ടി വെച്ചുകൊണ്ടിരുന്ന വണ്ടിക്ക് പണി വരുള്ളൂ. വണ്ടി ഇടയ്ക്കൊക്കെ ഓപ്പൺ ത്രോട്ടിൽ കൊടുത്തു കഴിഞ്ഞാലാണ് ഈ കാർബൺ ഡെപ്പോസിറ്റൊക്കെ ഉണ്ടാകുന്ന കരിയൊക്കെ കുറച്ച് പുറത്തോട്ട് പോകത്തുള്ളൂ. അല്ലെങ്കിൽ ഇതിനകത്ത് കരിയെല്ലാം അടിഞ്ഞു കൂടി കഴിഞ്ഞിട്ട് വണ്ടിയുടെ വലിയ മൈലേജൊക്കെ പോവും. ഈ കാർബൺ ഉണ്ടാകുന്നത് നമുക്ക് അറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ വലി കുറയുക, മൈലേജ് പോവുക, ഇതൊക്കെയാണ് ലക്ഷണങ്ങൾ. അതിലൂടെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞ 2 രീതിയിൽ നമുക്ക് ഡീകാർബണൈസേഷൻ ചെയ്യാം. ഒന്ന് മെക്കാനിക്കലായിട്ട് പ്രോപ്പറായിട്ട് എൻജിൻ്റെ ഒരു പാർട്ട് അഴിക്കുക, ഹെഡ് അഴിക്കുക, എന്നിട്ട് ക്ലീൻ ചെയ്യാം. അതെന്തെങ്കിലും ലിക്വിഡ് പെട്രോൾ വെച്ചിട്ടൊക്കെ ആയിരിക്കും ക്ലീൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മളത് മെക്കാനിക്കലി തന്നെയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ പെട്രോൾ അഡിക്റ്റീവ്സ് വെച്ചിട്ട് ചെയ്യാം. അത് പെട്രോളിലൂടെ ഒഴിച്ച് വിടുന്ന അഡിക്റ്റീവ്സ് വെച്ചിട്ട് കാർബൺ റിമൂവ് ചെയ്യാം. ഇപ്പോൾ ഈ വർക്ക്ഷോപ്പിൽ കൊടുക്കുമ്പോൾ റിസ്ക് ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ, പണിയുന്ന ആശാൻ നല്ല പണി അറിയാവുന്ന ആളല്ലെങ്കിൽ ഈ വണ്ടിക്ക് ഭാവിയിലും പിന്നെയും പണി കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പം നല്ല രീതിയിൽ അറിയാവുന്ന ഒരാൾ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി കൊടുത്ത് അങ്ങനെ കാർബൺ കളഞ്ഞില്ലെങ്കിൽ വീണ്ടും വണ്ടിക്ക് പണി വരാനുള്ള ചാൻസുകൾ കൂടുതലാണ്. അപ്പം എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ വണ്ടിയുടെ എൻജിൻ അഴിക്കാൻ താല്പര്യമില്ല. ശരിക്കും ഹെഡ് എന്ന് പറയുമ്പോൾ ഒരു ഇത്രയും എൻജിൻ്റെ പകുതിയാണ്. അത് അഴിക്കുന്നതെന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു എൻജിൻ പണി തന്നെയാണ്. അപ്പോൾ നേരെ ചൊവ്വേ ചെയ്തില്ലെങ്കിൽ വണ്ടിക്ക് വീണ്ടും പണി വരും. അപ്പം ഞാനത് അഴിക്കാതെ പെട്രോൾ അഡിക്റ്റീവ് ഉപയോഗിച്ചിട്ട് വണ്ടിയുടെ കാർബൺ ക്ലീൻ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു 25,000 കിലോമീറ്ററൊക്കെ ആകുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതാണ്. പക്ഷേ ഞാനിതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ വണ്ടിക്ക് അധികം കാർബൺ ഡെപ്പോസിറ്റ് ഇല്ലെന്ന് ഞാൻ കരുതുന്നത്. അതിന് കാര്യം ഇത് തന്നെയാണ്, നമ്മൾ അത്യാവശ്യം ഓപ്പൺ ആക്കിയാണ് വണ്ടി ഓടിക്കുന്നത്. അതായത് ഈ മൈലേജിന് വേണ്ടിയായിട്ട് ഇങ്ങനെ ഒച്ച ചെയ്യുന്ന പോലെ ഒന്നുമല്ല. നല്ല സ്പീഡിൽ, എല്ലാവരും പറയുന്നു നല്ല സ്പീഡിലൊക്കെ ഓടിക്കുന്നതിൻ്റെ വണ്ടി പോക്കായിരിക്കുന്നു. ചുമ്മാ പറയുന്നത്. നമ്മളിങ്ങനെ കരിക്കാതെ ഒന്നും ഇരുന്നാൽ മതി. നമ്മളൊരു 50-60 സ്പീഡിലൊക്കെ ഓടിച്ചാൽ മതി. ഈ 50-60 സ്പീഡിലൊക്കെ ഓടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഫുൾ ടൈം സ്പീഡിൽ ഓടിക്കുക എന്നല്ല കേട്ടോ അതിനർത്ഥം ഞാൻ പറഞ്ഞത്. ഞാൻ യൂസ് ചെയ്യുന്ന പെട്രോൾ അഡിക്റ്റീവ് ഇതാണ് കേട്ടോ. യമഹയുടെ യമഹ കമ്പനിയുടെയാണ്. അപ്പോൾ ട്രസ്റ്റഡ് ആയിട്ടുള്ളതാണ്, ഒരു ബ്രാൻഡിൻ്റെയാണ്, സുഖമായിട്ട് നമുക്ക് വാങ്ങിക്കാം. PEA കാർബൺ ക്ലീനറാണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്. അതായത് പോളി ഈതർ ആമീൻ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ആ ഒരു കണ്ടൻറ്റ് ഉള്ളതുകൊണ്ടാണ് ഇത് കാർബണിനെ ഇങ്ങനെ കരിച്ച് പൊടിയാക്കി പുറത്തോട്ട് കളയുക, അങ്ങനെ എങ്ങാണ്ട് തന്നെയാണ് ടെക്നിക്ക്. അപ്പോൾ മിനിമം ഒരു 2 ലിറ്റർ പെട്രോളിൻ്റെ അകത്തോട്ട് നമ്മളിത് ഒഴിച്ചിട്ട് വണ്ടി ഓടിച്ചാൽ മതി, വേറൊന്നും ചെയ്യേണ്ട. പിന്നെ ഒരു 3000 കിലോമീറ്റർ കൂടുമ്പോൾ ഇതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്താൽ മതി, കാർബൺ എല്ലാം പോകുന്നതാണ് പറഞ്ഞത്. അപ്പോൾ വണ്ടിയുടെ എൻജിൻ അഴിക്കാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ ഇതേ സാധനം തന്നെ ഹോണ്ടയ്ക്കും ഉണ്ട്. അപ്പോൾ ഇത് യമഹയുടെയാണ്. ഇത് എല്ലാ വണ്ടിയിലും യൂസ് ചെയ്യാം കേട്ടോ, യമഹ വാഹനങ്ങൾക്ക് മാത്രമല്ല. യമലൂബിൻ്റെ PEA കാർബൺ ക്ലീനർ. അപ്പം ഇതിനൊരു വില വരുന്നത് 163 രൂപയാണ്. അപ്പോൾ ഞാനിത് എൻ്റെ പോക്കറ്റ് വെക്കാം. ആദ്യം നമുക്ക് പെട്രോൾ അടിക്കാൻ പമ്പിലോട്ട് പോകാം. പെട്രോൾ അടിച്ചിട്ട് ഈ സാധനം ഒഴിച്ചിട്ട് നമുക്ക് വണ്ടി ഓടിക്കാം. അതായത് ചില ആളുകൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു കയറ്റമൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ക്ലച്ച് പിടിക്കാൻ മടിയായിരിക്കും, ഗിയർ മാറാൻ മടിയായിരിക്കും. അവർ ഈ വന്ന ടോപ്പ് ഗിയറിൽ തന്നെ ഈ വണ്ടി ഇങ്ങനെ വലിച്ച് കയറ്റാൻ നോക്കും. അങ്ങനെ അതിനെ ഹെൽത്തി അല്ലാതെ വണ്ടിയെ കൊണ്ടുപോകുക. അതായത് വണ്ടീനെ ഇങ്ങനെ പട്ടിപ്പണി എടുപ്പിക്കുന്ന പോലെ വണ്ടി നമ്മൾ അത്യാവശ്യം കൈ കൊടുത്ത് ത്രോട്ടിൽ കൊടുത്ത് നല്ല രീതിയിൽ ഓടിച്ചു കഴിഞ്ഞാൽ ഈ വണ്ടി ഹെൽത്തി ആയിട്ടിരിക്കും. അതായത് ഞാൻ മുമ്പേ 50-60 സ്പീഡിലൊക്കെ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും സ്പീഡിൽ ഓടിക്കണം എന്നല്ല അതിന് ഉദ്ദേശം. ഈ കയറ്റമൊക്കെ കയറുന്ന സമയത്ത് വലി മുട്ടിക്കാതിരിക്കുക, വണ്ടീനെ വലി മുട്ടിക്കാതെ ഒത്തിരി സ്ട്രെസ്സ് കൊടുക്കാതിരിക്കുക.
ഈ കൊല്ലാക്കൊല ചെയ്യാതിരിക്കുക, അതൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പോൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കൊങ്ങായിക്ക് ഞെക്കി പിടിച്ച് കഴിഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, അങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കാതിരിക്കുക, അതൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. വണ്ടി അല്പം ഹെൽത്തി ആയിട്ട് വെക്കുകയാണെങ്കിൽ തന്നെ വണ്ടിയുടെ എന്താ പറയുക കാർബൺ ഡെപ്പോസിറ്റൊക്കെ വളരെ കുറവായിരിക്കും. അത്യാവശ്യം കട്ടറുള്ള വഴിയാണ്. അപ്പോൾ ഞാൻ നേരെ ഇപ്പോൾ പോകാൻ പോണത് പെട്രോൾ പമ്പിലോട്ടാണ്. പെട്രോൾ പമ്പിൽ പോയിട്ട് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഏകദേശം ഒരു 100 രൂപയുടെ പെട്രോൾ കാണും, 1 ലിറ്റർ പെട്രോൾ കാണും. ഒരു 100-150 രൂപയുടെ പെട്രോളും കൂടെ അടിച്ചിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ഈ കാർബൺ ക്ലീനർ ഒഴിക്കണം. അപ്പോൾ ഞാനത് കാണിച്ചു തരാം. എന്നിട്ട് പിന്നെ നമ്മൾ ചുമ്മാ വണ്ടി ഓടിച്ചാൽ മതി. അപ്പോൾ ആ കൂട്ടത്തിൽ തന്നെ ഈ കാർബൺ പയ്യെ റിമൂവ് ആയി പൊക്കോളും. നമുക്ക് എൻജിൻ അഴിക്കേണ്ട, ഹെഡ് അഴിക്കേണ്ട വരത്തില്ല. അതിൻ്റെ അകത്ത് ഈ വണ്ടിക്കകത്ത് അത്ര കാർബൺ കുറവാകാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും നല്ല ഒരു മെയിൻറ്റെയിൻ ചെയ്തൊരു സ്പീഡ് ഒരു ഓപ്പൺ ത്രോട്ടിലൊക്കെ കൊടുത്തും അങ്ങനെ വലി മുട്ടിക്കാതൊക്കെ ഓടിക്കുന്ന വണ്ടിയാണ്. പിന്നെ ഈ വണ്ടിയുടെ ഓയിലൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് മാറുന്നുണ്ട്. സ്പാർക്ക് പ്ലഗൊക്കെ നമ്മൾ കറക്റ്റ് ഒരു 10-15,000 കിലോമീറ്റർ, 10,000 കിലോമീറ്റർ ഒന്നും വെക്കാറില്ല, അതിനിടയ്ക്കൊക്കെ നമ്മൾ സ്പാർക്ക് പ്ലഗ് മാറുന്നുണ്ട്. പിന്നെ വണ്ടി ഇപ്പോഴും നല്ല കണ്ടീഷനിൽ തന്നെയാണ്. ഇത്രയും കിലോമീറ്റർ 1 ലക്ഷം എടുത്ത് ഓടിയിട്ട് വണ്ടി കുഴപ്പമില്ല. കാരണം ഇതെൻ്റെ സുഹൃത്തിൻ്റെ വണ്ടിയാണ്, ഞാനാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ അവനിത് മെയിൻറ്റെയിൻ ചെയ്ത രീതി അടിപൊളിയാണ്. കാരണം പുള്ളി അത്യാവശ്യം നല്ല ഓയിലാണ് ഒഴിക്കുന്നത്. എല്ലാവരും പറയും മിനറൽ ഓയിലൊക്കെ വാങ്ങിച്ച് ഒഴിച്ചാൽ മതി, പ്ലാറ്റിനം അല്ലേ എന്ന്. പക്ഷേ നമ്മൾ 10W30 മോട്യൂളിൻ്റെ സെമി സിന്തറ്റിക് ഓയിലാണ് ഇതിൽ ഒഴിക്കുന്നത്. പിന്നെ ഓയിൽ അധികം കരിയാൻ വേണ്ടിയൊന്നും നമ്മൾ നോക്കി നിൽക്കുന്നില്ല, കരി ഓയിലാണ്. നമ്മളൊരു എന്താ പറയുക ഒരു 3000 മാക്സിമം ഒരു 3000 കിലോമീറ്ററൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ഓയിൽ മാറും. അങ്ങനെ പ്രോപ്പറായിട്ട് അങ്ങനെ ഈ വണ്ടി വാങ്ങിച്ച കാലം തൊട്ട് അങ്ങനെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ചില സമയത്ത് എനിക്കിത് ഓടിക്കുമ്പോൾ ഇത് ബജാജിൻ്റെ വണ്ടിയാണെന്ന് തോന്നാറുണ്ട്. കാരണം അത്രയ്ക്ക് സ്മൂത്താണ് വണ്ടി, ബട്ടർ സ്മൂത്ത്. ഞാൻ തള്ളി മറിക്കൊന്നുമല്ല, ശരിക്കും അങ്ങനെയാണ് ഈ വണ്ടി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഓടിയതിൻ്റെയും ഒക്കെ കാരണമെന്ന് തോന്നുന്നു വണ്ടിക്കകത്ത് അധികം കാർബണൊന്നും ഇല്ല. ഇതുവരെ വണ്ടിയുടെ എൻജിൻ ഭാഗമൊന്നും പണിയേണ്ട വന്നിട്ടില്ല, നമുക്ക് അങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടില്ല. നമ്മളെന്തായാലും ഈ സാധനം കൂടെ ഒഴിക്കുകയാണ്, കാരണം ഇത്രയും കിലോമീറ്റർ ആയില്ലേ. അപ്പം ഹെഡ് അഴിക്കാൻ എനിക്ക് താല്പര്യമില്ല, കാരണം ഇതുവരെ എഞ്ചിൻ പണിയൊന്നും വന്നിട്ടില്ല. വെറുതെ കൊണ്ടുപോയിട്ട് പണിയാൻ കൊടുത്തൊരു പണി വാങ്ങിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു പെട്രോൾ അഡിക്റ്റീവ് ഉപയോഗിച്ച് തന്നെ നമുക്ക് കാർബൺ ക്ലീൻ ചെയ്യാം. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പമ്പ് കണ്ടു, ഞാനവിടെ പോയി പെട്രോൾ അടിക്കട്ടെ, അത് കഴിഞ്ഞിട്ട് ഞാൻ ആ സാധനം കൂടെ ഒഴിച്ച് കാണിക്കാം. ചേട്ടാ 150. ചേട്ടാ വന്നില്ലേ? ആ എടാ ഹായ് ഫ്രണ്ട്. സുഹൃത്തിൻ്റെ വണ്ടിയായിരുന്നു, സുഹൃത്തിന് എന്നെ മനസ്സിലായില്ല എന്ന് തോന്നുന്നു. നമുക്ക് ആദ്യം വണ്ടി വെച്ച അതേ സ്ഥലത്തോട്ട് തന്നെ പോവാം. അവിടെ ആകുമ്പോൾ അധികം ആളും ബഹളമൊന്നുമില്ല. അവിടെ ചെന്നിട്ട് നമുക്ക് എന്താ പറയുക ആ സാധനം നമുക്ക് പൊട്ടിച്ചൊഴിക്കാം. വഴിയിലൊക്കെ വെച്ച് ഒഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പോലീസൊക്കെ വന്നു കഴിഞ്ഞാൽ ഹെൽമെറ്റും ക്യാമറയൊക്കെ കാണുമ്പോഴത്തേക്കും ആകെ വിഷയമാകും. നമുക്ക് അങ്ങോട്ട് തന്നെ തിരിച്ചു പോകാം കേട്ടോ. ഓക്കെ, നമ്മളങ്ങനെ പെട്രോൾ അടിച്ചിട്ട് നമ്മുടെ പഴയ സ്ഥലത്ത് തന്നെ വന്നിട്ടുണ്ട്. സൈഡിലോട്ട് ഒതുക്കി വെക്കാം. ഇനി വണ്ടി വല്ലതും വന്നിട്ടുണ്ടെങ്കിലോ. ഓക്കെ, നമുക്കിനി പെട്രോൾ ടാങ്ക് തുറക്കാം. ഓക്കെ, നമ്മളിതിൻ്റെ അകത്ത് ഇപ്പോൾ 2 ലിറ്ററോളം പെട്രോൾ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സാധനം കാണിക്കുക. ഇതാണ് യമലൂബ് PEA കാർബൺ ക്ലീനർ. യമഹയുടെ ആണ്, എല്ലാ വണ്ടിക്കും ഒഴിക്കാം. ഇപ്പോൾ യമഹ ആയതുകൊണ്ട് ഇനി ബജാജിൽ ഒഴിക്കത്തില്ല അങ്ങനെയൊന്നുമില്ല. ഇതിൻ്റെ അടപ്പൊക്കെ ഇങ്ങനെയാണ് തുറക്കുന്നത്. പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതായിട്ടൊന്നുമില്ല. ഈ സാധനത്തിൻ്റെ അടപ്പൊക്കെ ഇങ്ങനെ വലിച്ചു പറിച്ച് തുറക്കുക. എങ്ങനെയെങ്കിലുമൊക്കെ തുറന്നെടുത്താൽ മതി. ഇങ്ങനെ തുറക്കാനൊക്കെ എളുപ്പമാണ് കേട്ടോ. ഇപ്പുറത്തെ സൈഡിലോട്ട് പോകാം. അപ്പം ബോട്ടിലെറിയട്ടെ. ഇതിൻ്റെ അടപ്പിച്ചിരി ടൈറ്റ് സാധനമാണ് കേട്ടോ, ഉദ്ദേശിച്ച പോലെയല്ല. നല്ല ടൈറ്റാണ്, നല്ല ടൈറ്റാണ് കേട്ടോ. ഇതാണ് സാധനം. അതുകൊണ്ട് ഇതിനൊരു ഈ ഒരു കളറാണ്, ഒരു മഞ്ഞ കളർ, വെള്ളം പോലെ. ഞാനിവിടെ ഒന്ന് ഒഴിക്കാം.
ഒന്നും ചെയ്യണ്ട, ചുമ്മാ ഇങ്ങനെ ഒഴിച്ചു വിട്ടാൽ മതി. അപ്പോൾ നമ്മൾ സാധനം ഫുൾ ഒഴിച്ചിട്ടുണ്ട്. ഈ കുപ്പി കളഞ്ഞേക്കാം. MLU PEA കാർബൺ ക്ലീനർ യമഹ 163 രൂപ. PEA കാർബൺ ക്ലീനർ ഫോർ പെട്രോൾ എൻജിൻ. പെട്രോൾ കാറിന് ഉപയോഗിക്കാം കേട്ടോ. അപ്പം സാധനം പൊക്കം വിട്ടേക്കാം. സാധനം ഒഴിച്ചു, ടാങ്ക് അടച്ചു. ഇന്ന് റിസർവേലായിരുന്നു, മേനലോട്ട് വെക്കാം. മിനിമം 2 ലിറ്ററെങ്കിലും വേണം. ഇനി വണ്ടി ഓടിച്ചാൽ മതി, അപ്പോൾ അതിൻ്റെ വ്യത്യാസം അറിയാൻ പറ്റും. അപ്പോൾ ഇത്ര ഉള്ള പരിപാടി. സാധനം ഒഴിച്ചു. ഇനി ഇത് ഒരു അടുത്ത 3000 കിലോമീറ്റർ കഴിയുമ്പോൾ ചെയ്യാം. അങ്ങനെ റിപ്പീറ്റ് ചെയ്താൽ മതി. അപ്പോഴത്തേക്കും കാർബണൊക്കെ തന്നെ റിമൂവ് ആയിക്കോളും. നമ്മൾ എഞ്ചിനൊന്നും അഴിക്കേണ്ട കാര്യമില്ല. ഇതിലൊന്നും രക്ഷയില്ലെങ്കിൽ അറ്റ് ലാസ്റ്റ് മാത്രമേ നമ്മൾ എഞ്ചിൻ അഴിച്ചുള്ള പരിപാടിക്ക് പോവുള്ളൂ. തുടക്കത്തിൽ തന്നെ എഞ്ചിൻ അഴിച്ചുള്ള പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കാം? നമ്മുടെ എൻജിൻ പണിയുന്ന ആൾ നല്ല ഒരാളല്ല എന്നുണ്ടെങ്കിൽ വണ്ടിക്ക് പണി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പല വണ്ടികളിൽ അനുഭവം ഉള്ളതുകൊണ്ടാണ് പറയുന്നത്. ചിലരൊക്കെ ആർക്കാണ്ടും വേണ്ടിയാണ് പണി ചെയ്യുന്നത്. ചിലരൊക്കെ കടയിൽ കുറേ പുതിയ പിള്ളേരെ വെച്ചിട്ട് അവരെ പണി പഠിപ്പിക്കാൻ വേണ്ടി നമ്മുടെ വണ്ടിയൊക്കെ കൊടുക്കും. അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ കുറ്റം പറയുന്നൊന്നുമല്ല. ചില വർക്ക്ഷോപ്പിൽ ആശാൻ ഒന്നും ചെയ്യത്തില്ല. ആശാൻ്റെ കുറേ അസിസ്റ്റൻസ് കാണും. അവർക്ക് പണി അറിയത്തില്ലായിരിക്കും. പണി പഠിക്കാൻ വരെ എല്ലാവരും അങ്ങനെയാണ് പണി പഠിക്കാൻ. പക്ഷേ ഒട്ടും പണി അറിയത്തില്ലാത്തവന് വരെ നമ്മുടെ വണ്ടികൾ പണിയാൻ കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, പണി പഠിക്കാൻ വേണ്ടി. അതുപോലത്തേക്ക് അവസ്ഥ ഉണ്ടാകും. അപ്പോൾ നമ്മൾ ആദ്യം ഇതുപോലെയുള്ള എന്താ പറയുക, ഇങ്ങനത്തെ വേയൊക്കെ നോക്കിയിട്ട് ഒരു രക്ഷയില്ലെങ്കിൽ മാത്രം, ഒരുപാട് കരിയൊക്കെ ഉണ്ട് പോകാൻ രക്ഷയില്ലെങ്കിൽ മാത്രമാണ് വർക്ക്ഷോപ്പിൽ കൊടുത്താൽ മതി. ഇതിൽ നോർമൽ കണ്ടീഷനെല്ലാം ഓക്കെ ആയിക്കോളും. ഇത് അഡിക്റ്റീവാണ്, പെട്രോൾ അഡിക്റ്റീവാണ്. ഇതിലൂടെ അത്യാവശ്യം കരിയൊക്കെ പൊക്കോളും. ഇനിയിപ്പോൾ ഞാൻ വണ്ടി നല്ല ദൂരം ഓടിക്കാൻ പോകണം. അപ്പോൾ ഈ പെട്രോൾ തീരുന്നിടം വരെ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതിൻ്റെ റിസൾട്ട് എന്താണെങ്കിലും ഞാൻ ഈ വീഡിയോയുടെ കമൻറ്റിൽ തന്നെ വേണമെങ്കിൽ പിൻ ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ വേറൊരു വീഡിയോ ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി. അപ്പം സമയം പോയി. ഞാൻ നമ്മുടെ വിജയണ്ണൻ്റെ പടം കാണാൻ പോവുകയാണ്. അതിൻ്റെ ഇടയ്ക്കാണ് ഈ ഒരു വീഡിയോ എടുത്തത്. അപ്പോൾ ഇനി ഞാൻ ലോങ് ആണ് പോകുന്നത്. പാല തൊട്ട് കോട്ടയം വരെ പോവുകയാണ്. അപ്പോൾ അത്യാവശ്യം ദൂരം വണ്ടി ഓടുകയും ചെയ്യും. അത്യാവശ്യം നമ്മുടെ കരിയൊക്കെ പോകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. ചില വീഡിയോ ഒക്കെ ഒരുപാട് പേര് കാണുന്നുണ്ട്, പക്ഷേ സബ്സ്ക്രൈബറൊന്നും കൂടുന്നില്ല. നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിടം വരെയും ഒരുപാട് സ്നേഹം മാത്രം. സമയം പോയി. അണ്ണൻ ആറാടുകയാണ്, കാണാൻ പോവുകയാണ് ഗായ്സ്. അപ്പോൾ ഗൈസ്, ഞാനിതൊന്ന് പറഞ്ഞ് അവസാനിപ്പിച്ച വീഡിയോ ആണ്. എന്നിട്ട് ഞാൻ വീണ്ടും ഈ ഒരു വീഡിയോ കണ്ടിന്യൂ, അല്ലെങ്കിൽ കുറച്ച് ഭാഗം കൂടെ അതിൻ്റെ ഒരു റിസൾട്ട് പറയണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഈ ഒരു സംഭവം എടുക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും റിസൾട്ട് കിട്ടിയിട്ടായിരിക്കും. അല്ല, ഞാൻ ചുമ്മാ എടുക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കാരണം ഹെൽമെറ്റിൽ ഈ ക്യാമറ എല്ലാം പിടിപ്പിച്ചിട്ട് പിന്നെ ഊരി ബാഗിൽ വെച്ചിട്ട് തിരിച്ച് എടുത്ത് വീണ്ടും മെനക്കെട്ട പരിപാടിയാണ്. ഞാനൊരു മടിയനാണ്. പിന്നെ ഞാൻ ബാഗിൽ വെച്ച സാധനം എല്ലാം എടുത്ത് തിരിച്ചെടുത്ത് പിടിപ്പിച്ചിട്ട് ഇങ്ങനൊരു വീണ്ടും ഇതിനൊരു കുറച്ച് ഭാഗം കൂടെ റിസൾട്ട് പറയാൻ വേണ്ടി എടുക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് ആ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും എനിക്ക് ആ റിസൾട്ട് ഫീൽ ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഈ ഒരു വീഡിയോയുടെ അവസാനം ഈ ഒരു കുറച്ച് ഭാഗം കൂടെ ചേർക്കാൻ. ഞാനിപ്പോൾ സിനിമ കാണാൻ പോകാമെന്ന് പറഞ്ഞു. ഇപ്പോൾ സിനിമ അവിടെ ഇങ്ങനെ അരമണിക്കൂറും കൂടെ ഉണ്ട്. പക്ഷേ ഞാനൊരു 10-30 കിലോമീറ്റർ ഓടിച്ചാണ് ഇവിടം വരെ വന്നത്. അപ്പോൾ ഇത്രയും ദൂരം ഓടിച്ചിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് വെച്ചാൽ വണ്ടിയുടെ പെർഫോമൻസിൽ നല്ല മാറ്റമുണ്ട്. നല്ലൊരു പിക്കപ്പ്, നല്ലൊരു ഇനീഷ്യൽ പിക്കപ്പ് വന്നിട്ടുണ്ട്. മൈലേജ് എത്രയാണെന്ന് എനിക്കിപ്പം പറയാൻ പറ്റത്തില്ല, കൂടിയില്ലെന്ന്. അതിപ്പോൾ നാളെ ഞാൻ ജോലിക്ക് പോയി കഴിയുമ്പോൾ എനിക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റും. കാരണം ഞാൻ ഡെയിലി എൻ്റെ ജോലിക്ക് ഒരു 450 രൂപയുടെ പെട്രോളാണ് അടിക്കുന്നത്. അപ്പോൾ ഒരു 450 രൂപയുടെ പെട്രോൾ അടിക്കുന്ന എനിക്ക് ഒരു ദിവസം അതിൽ നിന്ന് കുറച്ച് കുറവ് വരുവാണെങ്കിൽ അപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലാവും. ലോൺ എടുത്തിട്ടുണ്ട് കേട്ടോ, ലോൺകാരാണ് വിളിക്കുന്നത്. ആപ്പ് ലോൺ, ആപ്പാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു 450 രൂപയുടെ പെട്രോൾ ഡെയിലി അടിക്കുന്ന ആൾ. അപ്പോൾ എനിക്ക് നാളെ അതിൻ്റെ ഒരു 50 രൂപ കുറച്ച് അടിക്കണമെന്നാൽ മൈലേജിൽ കൂടിയിട്ടുണ്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അല്ല, നമുക്ക് മനസ്സിലാവുമല്ലോ, സ്ഥിരം പെട്രോൾ അടിച്ച് ഓടിക്കുന്ന ആൾക്ക് അറിയാമല്ലോ. പക്ഷേ പവറിൽ പവർ അന്യായമായിട്ട് കൂടിയെന്നല്ല, എൻ്റെ വണ്ടിക്ക് ഒരു ചെറിയ ലാഗ് ഉണ്ടായിരുന്നു, ഒരു പവർ ലാഗ്. കൈ കൊടുത്താൽ ഒന്ന് കയറാനൊരു മടി ഉണ്ട്. നമുക്ക് ആ ഒരു എന്താ പറയുക, ഒരു ലാഗ് മാറിയ പോലെ എനിക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നു. ഞാൻ തള്ളി മറിക്കുമൊന്നുമല്ല, നമ്മൾ സ്വന്തം സ്ഥിരം ഉപയോഗിക്കുന്ന വാഹനത്തിന് ഒരു ചെറിയ മാറ്റം ഉണ്ടായപ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതുണ്ടോ, എനിക്കിപ്പോൾ ഓവർടേക്കൊക്കെ ചെയ്യാൻ ചെറിയൊരു കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ അന്യായ പവറായെന്നല്ല, ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിലൊരു പെർഫോമൻസിൽ നല്ല മാറ്റം വന്നിട്ടുണ്ട്. കാരണം ഞാനിപ്പോൾ ഒരു 30 കിലോമീറ്റർ ഓടിച്ചിട്ടുള്ളൂ. നമ്മുടെ ആ കാർബൺ ക്ലീനർ ഒഴിച്ചതിന് ശേഷം ഞാൻ ഓടിക്കുമ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാണ് നല്ല വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ ആ ഒരു സാധനത്തിന് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയോ അതിന് വേണ്ടിയൊന്നുമല്ല. കാരണം എനിക്ക് അതാരും പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി തന്നൊന്നുമല്ല, ഞാനത് പൈസ കൊടുത്ത് വാങ്ങിച്ചാണ്. പക്ഷേ എനിക്കത് ഉപയോഗിച്ചിട്ട് റിസൾട്ട് ഉണ്ടായി. അത് പറയാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനൊരു പാർട്ടും കൂടെ ഈ വീഡിയോയുടെ കൂടെ കൂട്ടിച്ചേർത്ത്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിച്ചൊഴിക്കാം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഒരു 3000 കിലോമീറ്റർ കൂടുമ്പോൾ വീണ്ടും അപ്പോൾ എല്ലാ 3000 കിലോമീറ്റർ ഇനി
ഒരു 2-3 ബോട്ടിലൊക്കെ യൂസ് ചെയ്താൽ മതി. അത് വണ്ടിയുടെ കരി ഒരുപാടുള്ള വണ്ടിയാണെങ്കിൽ അതനുസരിച്ച് ഒരു 2-3 ബോട്ടിലൊക്കെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. പിന്നെ നമുക്ക് എന്താ പറയുക, ഒഴിക്കേണ്ട വരത്തില്ല. അതോടുകൂടി നമ്മുടെ വണ്ടി സെറ്റാവും. ഇപ്പം എൻ്റെ വണ്ടി ഓക്കെ ആയെന്നാണ് എനിക്ക് തോന്നുന്നത്. മീൻസ് കംപ്ലീറ്റ് ഓക്കെ ആയെന്നല്ല, ഒരു മാറ്റമുണ്ട് കേട്ടോ നല്ല രീതിയിൽ. ഞാൻ നേരത്തേലും ഒരു പമ്മിച്ചൊക്കെ കുറഞ്ഞു, നല്ലൊരു പിക്കപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പം ബാക്കി പെട്രോളും കൂടെ കത്തിത്തീരുന്നതനുസരിച്ച് കരി കുറേ കൂടെ റിമൂവ് ആവും തോന്നും. പിന്നെ ഞാൻ ഇനി ഒരു 3000 കിലോമീറ്റർ കഴിയുമ്പോൾ ഒന്നുകൂടെ വാങ്ങിച്ച് യൂസ് ചെയ്യും. അങ്ങനെ ഒരു 1-2 തവണയും കൂടെ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പം നല്ലൊരു ബെറ്റർ റിസൾട്ട് കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഒന്ന് പറഞ്ഞ് അവസാനിപ്പിച്ച വീഡിയോ ആണ്. ഒരിക്കൽ കൂടി പറയാണ്, ഇനി നേരെ ഞാൻ മുമ്പേ പറഞ്ഞ അണ്ണൻ്റെ പടം കാണാൻ തിയേറ്ററിലോട്ട്.